കില്ലാടികളെ നമ്മുടെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂസിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കില്ലാടികളെ. പക്ഷേ ഇത് ന്യൂസിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് കില്ലാടത്. ന്യൂസിലെല്ലാം പൊതുവെ എല്ലാവരുടെയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കില്ലാടത്. ഞങ്ങളുടെ പാലക്കാട് നടന്ന ഒരു സംഭവം തന്നെയാട്ട. സെന്റ് ഡൊമിനിക് ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ശ്രീകൃഷ്ണപുരത്തെ. അവിടെ നടന്ന ഒരു സംഭവമാണ്. ഒരു 14-കാരി ഒരു 9ാം ക്ലാസ് കുട്ടി വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്തു കില്ലാടത്. തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി. ഞാനിതേക്കുറിച്ച് കൂടുതൽ നോക്കിയ സമയത്താണ് എൻ്റെ പൊന്നോ ഫുൾ കമന്റ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ മൊത്തം കമന്റാണ് കേട്ടത്. ഞങ്ങൾക്ക് ആ കുട്ടിക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇതേ സെയിം ഒരു അനുഭവം നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങളും ഇനിയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ ഒരു സ്റ്റേജിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് കമന്റുകളുടെ കളിയാണ് കേട്ടത്. ഞാൻ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് നമ്മുടെ ആശാ സായാണ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ പോയി കമന്റ് സെക്ഷൻ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. എല്ലാം ആ വന്ന ഒരു 300-500 കമന്റ് ഉണ്ടെങ്കിലല്ലോ അതിൽ മൊത്തം സ്റ്റുഡൻസ് ആണ്. അത് പറഞ്ഞാൽ അവരുടെ ഐഡിയ എന്നല്ല, ഫേക്ക് ഐഡിയ എന്ന് മനസ്സിലായില്ലേ. പക്ഷെ അവർക്ക് ആ ഒരു അവർ സ്വന്തം ഐഡിയിൽ കൂടി കമന്റ് ചെയ്യാൻ പേടിക്കണില്ലേ. അങ്ങനത്തെ ഒരു ജയില്, ഒരു സത്യം പറഞ്ഞാൽ ഒരു ജയിൽ എന്ന് വേണമെങ്കിൽ പറയലുള്ളത്. സെന്റ് മേരീസ് സ്കൂളിൽ ഒന്നും പറയലുള്ളത് സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അവിടെ പഠിക്കുന്ന എല്ലാ അധ്യാപകരും പറയുന്നില്ല കേട്ടല്ലേ. മെയിൻലി പ്രിൻസിപ്പൽ ജോയ്ഷി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പലാണ് കേട്ടല്ലേ. ഇതാണ് അവിടെ ഫോട്ടോ വയ്ക്കുക. പിന്നെ കെമിസ്ട്രി ടീച്ചറിനെ കുറിച്ചും പറയുന്നുണ്ട്, സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒരു ഫോട്ടോ ആണ് കേട്ടല്ലേ ഇത്. ഞാൻ അതിനെക്കുറിച്ച് ന്യൂസ് വായിക്കില്ലല്ലോ. എൻ്റെ പൊന്നു, ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ഞെട്ടി. ഇമാതിരി സ്കൂളിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് കേട്ടോ, നമ്മളിപ്പോൾ പണ്ട് ഞങ്ങളെ എന്താ വെച്ചാൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചില്ല ഫുള്ള്. ഞാൻ എന്താ വെച്ചാൽ എപ്പോഴും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിച്ച് വന്നത്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, മനസ്സിലല്ലേ. അപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ 10ാം ക്ലാസ് എത്തുന്ന സമയത്ത് ഈ 9ാം ക്ലാസ് ഒന്നും കേട്ടോ, ഇത് 9ാം ക്ലാസ് കുട്ടികൾ മരിച്ചിരിക്കേണ്ട. 10ാം ക്ലാസ് എത്തുന്ന സമയത്ത് നമ്മളെന്താ വെച്ചാൽ മോഡൽ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്താ വെച്ചാൽ പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ മോഡൽ എക്സാമിൽ ഫെയിൽ ആവരായിരിക്കാം, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ. സ്പെഷ്യൽ ക്ലാസ് എന്താ വെച്ചാൽ നമ്മൾ നോർമലി രാവിലെ തൊട്ട് 9 to 3 മണി 3:30 വരെ നമ്മൾ നോർമലി ക്ലാസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പഠിച്ച ശേഷം മാർക്ക് കുറഞ്ഞവർക്ക് മാത്രം സ്പെഷ്യൽ ക്ലാസ് വയ്ക്കും ടീച്ചർമാർ. അത് കുഴപ്പമില്ല ഇല്ലടല്ല. എന്താ വെച്ചാൽ നമ്മൾ ഏത് വിഷയത്തിനാണോ നമ്മൾ താഴ്ന്നു നിൽക്കുന്നത് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് വയ്ക്കും. അത് നല്ല കാര്യമാണ് ഇല്ലടല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് പഠിച്ച് മുന്നേറാൻ പറ്റും. നമുക്ക് നമ്മൾ കുറച്ച് നമ്മൾ ഏതാണോ ഡൗൺ ആയിട്ടുള്ള വിഷയം ആ വിഷയം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കമന്റ് കണ്ടിട്ടില്ല, ഡെയിലി ഡേ ബൈ ഡേ എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരു ദിവസം ഒരു എക്സാമെങ്കിലും മിനിമം നടക്കുന്ന പറയുന്നത് കേട്ടത്. ആ ഒരു ദിവസം ഓരോ എക്സാം നടക്കുന്ന സമയത്താണ് ഇതിലും മാർക്ക് കുറയുന്ന കുട്ടികളിൽ തോൽക്കുന്ന കുട്ടികൾക്കൊക്കെ ലിറ്ററൽ അവർ മാറ്റി നിർത്തുക, മനസ്സിലായി. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ നോർമലി ക്ലാസ്സിംഗ് ടൈം തന്നെ ഇപ്പോൾ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവരെ മാറ്റിയിട്ട് വേറൊരു സെക്ഷനിൽ കൊണ്ട് പഠിപ്പിക്കുക, വേറെ ക്ലാസ്സിലെത്തി പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതും ഇവരെന്താ വെച്ചാൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരെ ക്ലാസ്സിൽ നിർത്തിയിട്ട് ഇവർ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇവർ ഹറാസ് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടി ചെയ്തിട്ട് ഇവരെ മാറ്റി നിർത്തുക, മാനസികമായി തളർത്തുക, മാനസികമായി പീഡിപ്പിക്കുക. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ഇല്ലാതെ ഞാൻ പറയാമല്ലോ, ഇതുമാതിരിയുള്ള സ്കൂളൊന്നും പ്രവർത്തിക്കാനേ പറ്റില്ല. ഇപ്പോഴും ഈ ഒരു സിസ്റ്റം തുടർന്നുകൊണ്ട് പോകുന്നു പറയുമ്പോഴോ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നും ഇല്ലാതെ. സീരിയസ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടി. ഇപ്പോഴും ഇങ്ങനെയൊക്കെയാവും, ചൂരിലെടുക്കുക, വട്ടി എടുക്കുക. വേറെ കുട്ടികൾ കമന്റ് ചെയ്യുന്നില്ല, അടിച്ചിട്ട് പാട് മാറി. ചില കുട്ടികൾ ചോര അടക്കം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടത്. മെയിൻലി പ്രിൻസിപ്പൽ ജോയ്സി. സത്യം പറഞ്ഞാൽ അതിൽ കമന്റ് സെക്ഷൻ കണ്ടാൽ സത്യം ഞാൻ കമന്റ് വായിക്കട്ടെ. എന്ന് വെച്ചാൽ സായികൃഷ്ണൻ വീഡിയോ ചെയ്ത് കേട്ടോ. സായികൃഷ്ണൻ ഇല്ല, നമ്മൾ സീക്രട്ടിന്റെ വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞോ മയില്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ അതിൽ നോക്കുന്ന സമയത്ത് കേട്ടോ ഫുൾ കമന്റ് അതാണ്. പിള്ളേർ കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ സംഭവം ഇന്നലെ മിനിഞ്ഞാന്നായിട്ടാണ് നടന്നിരിക്കുന്നത്. അവർക്ക് ഇല്ലാതെ ന്യൂസിലൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് പണമുണ്ട്, പവർ ഉണ്ട്. സീരിയസ് ആയിട്ട് ഒരു കോൺവെന്റ് സ്കൂളാണ്. അപ്പോൾ അവർക്ക് പണമുണ്ട്, പവറുള്ള കാരണം ഈ സംഭവം ഒന്നും ന്യൂസിൽ എവിടെയും വെളിപ്പെടുത്തിട്ടേ ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ട്രോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഞാൻ പുള്ളിക്കാരൻ്റെ സ്റ്റോറി ഇട്ടാണ് ന്യൂസൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കമന്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വായിക്കാം. ഓരോ കമന്റാണ് കേട്ടോ ഞാൻ വായിക്കാം. ഞാൻ പറ്റിയ സ്ക്രീനിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കട്ടെ. ഞാൻ അവിടെ പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയുള്ള പ്രിൻസിപ്പൽ. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. സെന്റ് ഡൊമിനിക് കൺവെന്റ് സ്കൂൾ കൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശ്രീകൃഷ്ണപുരം പാലക്കാടാണ് ഇതിലുള്ള. നല്ല പ്രശ്നമുണ്ട് ഇവിടെ. ഞാൻ 10ലാണ് 9th 10th ഈ മാസം എക്സാം ഉണ്ടായിരുന്നു. അടുത്ത മാസം 5th 20 മാർക്കിന് എക്സാം ഉണ്ട്, 14 25 മാർക്കിന്റെ എക്സാം ഉണ്ട്, മൺഡേ ടെസ്റ്റ് പേപ്പേഴ്സ്. അങ്ങനെ നല്ല പ്രശ്നമാണ് കുട്ടികൾക്ക് പഠിക്കാൻ. കുറച്ച് ബാക്കി ആയിട്ടുള്ളവരെ ടീച്ചേഴ്സിന് പുച്ഛം പോലെയാണ്. നാളെ 9th ഉള്ളവർക്ക് സ്ട്രൈക്ക് തുടങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫ്യൂണറലിനു കുട്ടിയുടെ അച്ഛൻ പറയുന്നതായിരുന്നു.
സ്കൂൾ ഷഫിൾ ചെയ്തത് കൊണ്ടാണ് സ്കൂളുകാർക്ക് വെറുതെ വിട്ടില്ല എന്നൊക്കെ. അതിനിടെ നമ്മളെന്ന് വെച്ചാൽ പഠിക്കാത്ത പിള്ളേരെ ഷഫിൾ ചെയ്തിട്ട് മാറ്റുകയാണ്. മനസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികളുടെ സെക്ഷൻ, പഠിക്കാത്ത ഒരു കുട്ടികളുടെ സെക്ഷൻ. സത്യം പറഞ്ഞാൽ ഈ പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ കേട്ടോ. അപ്പൊ നോർമലി എന്നെയൊക്കെ മാറ്റി നിർത്തിയിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പൊ എന്താ വെച്ചാൽ മാത്സിലൊക്കെ നമുക്ക് കുറച്ച്, എനിക്ക് മാത്സ് മാത്രം അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മളെ മാറ്റി നിർത്താൻ പറഞ്ഞാൽ ഇപ്പൊ എക്സാമിന് വിളിക്കുന്നതാണ് നീ ഫെയിൽ ആയെന്ന് പറഞ്ഞിട്ട് കുറച്ച് പറയുന്നു. അപ്പൊ പിന്നെ നീ വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ കേട്ടോ. കൂടുതൽ എല്ലാ സ്കൂളിലും ഞാൻ പറയുന്നില്ല കേട്ടോ, കൂടുതൽ CBSE സ്കൂളിൽ നടക്കുന്ന പരിപാടി ഈ സെയിം സാധനമാണ് കേട്ടോ. ഞാൻ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വായിക്കാട്ടില്ല. കുറേ കമന്റ് എന്ന് വെച്ചാൽ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. ഫിസിക്കലി ആൻഡ് മെന്റലി സ്റ്റുഡൻസിനെ ടോർച്ചർ ചെയ്യും, റിലീജിയൻ നോക്കിയിട്ടാണ് പിള്ളേരുടെ പെരുമാറുക. അത് ഇല്ലടല്ലോ മെയിനായിട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് സ്കൂളാണ് ഇവിടെ, കൺവെന്റ് സ്കൂളാണ്. അത് ഞാൻ മെയിൻലി പറയാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ കമന്റ് അങ്ങനെ വന്നിട്ടുണ്ട്. റിലീജിയൻ ബേസ് ഇല്ലടല്ലേ. എന്തോന്നാണ് ഇതൊക്കെ ഇപ്പോഴും ഈ ഒരു പരിപാടി കൊണ്ടുപോകണം ചോദിച്ചിട്ട്, ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന്റെ കഴപ്പാണില്ല. സത്യം പറഞ്ഞില്ല, റിലീജിയൻ ബേസ് എന്ന് വെച്ചാൽ ഇവര് നടത്തുന്ന ക്രിസ്ത്യൻ സ്കൂളാണ്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് അവിടെ ഒന്ന് പഠിക്കുക, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അവർക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അതല്ല. ഇപ്പൊ നോർമലി ഇപ്പോൾ കുറെ സ്കൂളുണ്ട്, മുസ്ലിം സ്കൂളുണ്ട്, ക്രിസ്ത്യൻ സ്കൂളുണ്ട്, കുറെ ഹിന്ദു സ്കൂൾ, അങ്ങനത്തെ പരിപാടി ഉണ്ട്. പിന്നെ ഗവൺമെന്റ് സ്കൂൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്കൂളുകളും ഉണ്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേരിലാണ്, മനസ്സിലായി. ഇപ്പൊ ട്രസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പേരിലാണ് ആ സ്കൂൾ. പക്ഷേ ഇവർക്ക് അവിടെ എല്ലാ ജാതിക്കാരും അല്ലെങ്കിൽ എല്ലാ മതക്കാരെയും അഡ്മിഷൻ എടുക്കുക, എല്ലാ മതത്തിലുള്ള സ്റ്റുഡൻസിനും അഡ്മിഷൻ എടുക്കാം. പക്ഷേ അവിടെ എന്നിട്ടും അവർ വേർതിരിച്ച് കാണാമെന്നാണ് പറയുന്നത്. ഈ സ്കൂൾ കോൺവെന്റ് സ്കൂൾ, ഇപ്പൊ സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിൽ അതിന് വേർതിരിച്ച് കാണാം. ഇപ്പൊ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികൾക്ക് മുൻഗണനയും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പിൻഗണന കൊടുത്തിട്ട് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ എന്തിന് നിങ്ങൾ അവിടെ എല്ലാവർക്കും ഒരേ ഫീസ് തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ അതിന്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്ത് സ്കൂളില്ല സത്യം പറഞ്ഞാണ്ടല്ലോ. ഇത് ഞാൻ പറയുന്നത് ഇന്നില്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മാറ്റണം, അല്ലെങ്കിൽ ആ സ്കൂൾ പൂട്ടണം. ഇത് എനിക്ക് പറയാനുള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ വായിക്കാതെ. ബാക്കി ക്രിസ്ത്യൻ ആയിട്ടുള്ള പിള്ളേരെ മാത്രം പ്രോഗ്രസിന് വേണ്ടി സെലക്ട് ചെയ്യും, അവർക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കും. പഠിക്കാത്ത പിള്ളേരാണ് ഓർ ആവറേജ് ആണെങ്കിൽ അവരെ കൊല്ലാതെ എങ്ങനെ കൊല്ലാം എന്ന് PhD ഉണ്ട് പുള്ളിക്കാരിക്ക്. റിലീജിയൻ ബേസ്ഡിലാണ് പുള്ളിക്കാരി മെയിൻ. ജോയ്സി OPയുടെ വലങ്കൈ എന്നൊക്കെ പറയാം. എന്തു പറഞ്ഞാലും തത്തമ്മ പൂച്ച പോലെ ചെയ്യും പറയും പിള്ളേരുടെ അടുത്ത് വന്നിട്ട്. ജോയ്സി എന്ത് പറഞ്ഞാലും അതാണ് പുള്ളിക്കാരുടെ വേദവാക്യം. പിന്നെ അത് ശരിയാണോ തെറ്റാണോ, പിള്ളേരെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നൊന്നും ചിന്തയില്ല. മനസ്സിലായല്ലേ? സത്യത്തിൽ പാലക്കാട് ഇങ്ങനെ ഒരു സ്കൂൾ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ എനിക്ക് കേൾക്കുമ്പോൾ എന്താ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അവിടെ ഞാൻ പറയില്ല, എപ്പോഴും ഞാൻ പറയുന്നത് ഈ പാർട്ടിക്കാർക്ക് ഇടപെടേണ്ട സമയമാണ് ഇല്ലാടല്ലേ. ഇപ്പൊ നമ്മൾ ഓരോ യൂണിയനൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റുഡൻസ് ഫെഡറേഷൻ യൂണിയൻ, SFI, KSU, അങ്ങനെ ABVP, അതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇടപെടേണ്ട സമയമാണില്ല. ഒരു സ്കൂളിൽ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇടപെടേണ്ടി വേണം. കുറെ കുട്ടികളില്ല, ഞാൻ പറഞ്ഞ കമന്റ് സെക്ഷൻ മൊത്തം പിള്ളേരാണ്. ഞാൻ അത് വായിക്കട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോഴില്ലേ എന്തോ എനിക്ക് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മളെയും ടീച്ചർ പണ്ട് വഴക്ക് പറയാറുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ റിലീജിയൻ പേരിൽ വേർതിരിപ്പ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം റിലീജിയന്റെ പേരിൽ വേർതിരിപ്പ് കാണിക്കുന്നുണ്ടില്ല കേട്ടോ ആ സ്കൂളിൽ മെയിനായിട്ട്. പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന പ്രിൻസിപ്പൽ ജോയ്സിയാണ് ഇതിന്റെ മെയിൻ സാധനം. ഇതിനെക്കാട്ടിലും തലമൂത്ത സാധനമാണ് അപ്പുറത്ത് നിൽക്കുന്ന സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചർ. ആ സ്റ്റെല്ല എന്ന് പറയുന്ന ടീച്ചർ കില്ലാടെ കെമിസ്ട്രി ടീച്ചറാണ്. ആ ടീച്ചർക്കും ഇവർ സെയിം തന്നെയാണ്. ബാക്കി ഞാൻ വായിക്കട്ടാ. ചെല്ല എന്ന് പറഞ്ഞ ടീച്ചറാണ്. കാരണം സിസ്റ്റർ വരുന്നതിന് മുമ്പ് കുറെ കാലം കൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കാണുന്ന LKG തൊട്ട് കാണുന്ന ടീച്ചറാണ് ആ സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ആ ഭയങ്കര റൂട്ടിലാണ് അറിയോ കുട്ടികളോട് അടിക്കുക. എനിക്ക് തന്നെ അറിയാം, ആളെ അടിച്ചിട്ട് കഴിഞ്ഞ പാടും അവിടെ ഒരാഴ്ച കിടക്കാം. ചോരയൊക്കെ വന്നിട്ടുള്ള കുട്ടികളുണ്ട്. അടിച്ചിട്ട് നന്നായി ബ്രൂട്ടൽ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. കുറച്ചൊരു ഡയറി കൊണ്ടുവരാത്തതിനെ ചൂരൽ വെച്ച് അടിച്ച് ഒരാഴ്ച ആ പാട് അങ്ങനെ കിടന്ന ഒരു സീനിയറിനെ എനിക്കറിയാം. ഞാൻ 7th പഠിക്കുമ്പോൾ ആ ചേച്ചി 9th അങ്ങനെ ഒരു പാഠം അവിടെ ഒരാഴ്ചയായി കിടന്നത്. ഒരു ഡയറി കൊണ്ടുവരാത്തവന് ഇങ്ങനെ ഒന്നുമല്ല. എല്ലാ ദിവസവും ആയപ്പോൾ ഇത്രയും ഹറാസ് ചെയ്യുന്ന കുട്ടികളെ ഫസ്റ്റല്ലേ പറഞ്ഞു വിടുന്ന ടീച്ചറാണ്. സീരിയസ്ലി അല്ല, ടീച്ചറാണ്. ഇതാണ് ഇവിടെ പുള്ളിക്കാരൻ്റെ പോസ്റ്റിന് കാര്യങ്ങൾ. സ്ട്രോങ് സപ്പോർട്ടീവ് ബ്രേവ് എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് അഡാപ്റ്റീവ് ബ്രേവ്. എൻ്റെ പൊന്നു ടീച്ചർ, സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ അർഹിക്കുന്നില്ല. നിങ്ങൾ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ ലീഡ് ചെയ്യാൻ അർഹിക്കുന്നില്ലെന്ന് ഞാനും പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ ന്യൂസിൽ ഇവിടെ കമന്റുകൾ വായിക്കട്ടോ. ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഇവിടെ. നമ്മളെന്ന് വെച്ചാൽ വീഡിയോ വൈകിയ ഇന്നലെ വീഡിയോ 355 കമന്റ് ഇടല്ലേ. അതന്നെ ഇടതാ. ഈ ന്യൂസിന് താഴെ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ഐഡിയ നിന്നാണ് കുട്ടികൾ കമന്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ എത്രമാത്രം പേടിച്ചാണ് അവിടെ പഠിക്കുന്നതെന്ന് എന്ന കാരണം. സ്വന്തം പേരിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും കമന്റ് ചെയ്താൽ അതിനെതിരെയും അവർ നടപടിയെടുക്കും. സത്യമായിട്ട് ഇല്ലടല്ലോ. അവർ ഇങ്ങനെയും വായിച്ച് നടപടിയെടുക്കാൻ ചാൻസ് ഉണ്ട്. സത്യത്തിൽ അവർക്ക് പണം കൊടുക്കില്ല, പണവും പവറുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ കളിക്കുന്നതൊക്കെ. ഇതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. ആ സ്കൂളിനെതിരെയും പ്രിൻസിപ്പലിനെതിരെയും അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കണം. ഇങ്ങനെ കുറെ സ്കൂളുകളും കേരളത്തിലുണ്ട്. പ്രധാനമായും കുറെ ടീച്ചർമാർക്ക് ഇതിനെതിരെ പ്രതികരണം മാറ്റം കൊണ്ടുവരണം. ഞാൻ വേറെ കുട്ടി ഇംഗ്ലീഷ് എഴുതി വായിക്കാട്ടില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ മലയാളത്തിൽ വായിക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കട്ടെ. ട്രാൻസ്ലേറ്റിംഗ് ടു മലയാളം. ഓക്കെ.
സായി എന്ന് പറഞ്ഞ കമന്റ് ഇടല്ലേ, ഹൃദയഭാരത്തോടെയാണ് ഞാൻ എഴുതുന്നത്. മരിച്ചുപോയ പെൺകുട്ടി എൻ്റെ അയൽവാസിയും മകളും എൻ്റെ സഹോദരിയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു. അവളുടെ കഥ എന്നെ ആഴത്തിൽ സ്പർശിച്ചു. കാരണം ഞാൻ അതേ സ്കൂളിൽ സമാനമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. അന്നത്തെ പ്രിൻസിപ്പൽ സ്റ്റെല്ല OP നമ്മൾ പറഞ്ഞ ഇടല്ലേ ആയിരുന്നു. സ്റ്റെല്ല എന്ന പേരുള്ള കെമിസ്ട്രി അന്ന് സ്റ്റെല്ല ആയിരുന്നു ഇടല പ്രിൻസിപ്പൾ. സ്റ്റെല്ല എന്ന പേരുള്ള കെമിസ്ട്രി ടീച്ചർ ഒരു ഇടവേളയിൽ എന്നെ പരസ്യമായി അപമാനിച്ചു. ശ്രീകൃഷ്ണപുരം കനാൽ റോഡിൽ സമീപം സ്കൂട്ടിയിൽ ഒരു ആൺകുട്ടിയുടെ കൂടെയാണ് എന്നെ അവൾ കുറ്റപ്പെടുത്തിയത്. സ്പെഷ്യൽ ക്ലാസ്സുകൾ കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവരികയും എന്നെ സഫാരി പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ കുട്ടി യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരനായിരുന്നു. അവൻ എൻ്റെ സഹോദരനെ പോലെയല്ലെന്നും എന്നെ വിശദീകരണം കേൾക്കാൻ വിസമ്മതിച്ചുവെന്നും പറഞ്ഞ അവൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ശകാരിച്ചു. പിന്നീട് വ്യക്തത വരുത്താൻ ഞാനും സഹോദരനും അവളെ സമീപിച്ചപ്പോഴും അവൾ ഞങ്ങളെ അടച്ചുപൂട്ടി. അതിനുശേഷം ഞാൻ നിരന്തരം ടാർഗറ്റ് ചെയ്യപ്പെട്ടു. പ്രിൻസിപ്പലും സ്കൂൾ ബസ് ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാർ എന്നെ സദാചാര പോലീസ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം പ്രിൻസിപ്പൽ സ്റ്റെല്ല OP എൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് വൈകുന്നേരം 6 മണിക്ക് ശേഷം സ്റ്റേറ്റ് സ്കൂളിൽ നിന്നുള്ള ആൺകുട്ടികളോടൊപ്പം സ്കൂൾ യൂണിഫോം ധരിച്ച് ഞാൻ നടന്നുവെന്ന് ആരോപിച്ചു. ഞാൻ സ്കൂളിൽ നാണക്കേടുണ്ടാക്കുന്നുവെന്നും അവകാശപ്പെട്ടു. ഞാൻ ട്യൂഷന് പോകുമായിരുന്നു. ഒപ്പം സുഹൃത്തായ ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. ഒരു ബസ് ഡ്രൈവറുടെ ഈ തെറ്റായ റിപ്പോർട്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കി. എന്നെ വിശ്വസിക്കാത്ത എൻ്റെ മാതാപിതാക്കൾ എന്നെ മോശമായി മർദ്ദിച്ചു. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ വളരെ തകർന്നു, ലജ്ജിച്ചു. ഭാഗ്യവശാൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് ക്ലിനിക്കൽ ഡിപ്രഷനും PTSDയും ഉണ്ടെന്ന് കണ്ടെത്തി. ഇന്നും ആ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു. അച്ചടക്കത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ അവർ നടത്തുന്ന മാനസികവും വൈകാരികവുമായ ദുരുപയോഗത്തിന് സ്കൂളുകൾ അതിൽ ജീവനക്കാരും ഉത്തരവാദികളാണ്. അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, എന്താ വെച്ചാൽ നിറയെ കമന്റ് പറഞ്ഞാൽ നിറയെ പിള്ളേർ തന്നെ ഇംഗ്ലീഷിൽ കമന്റ് ചെയ്തിരിക്കില്ല. അത്രയ്ക്ക് അവർ അനുഭവിക്കുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞില്ല, എന്ന് വെച്ചാൽ ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലടല്ലേ. ഇപ്പൊ ഈ പരിപാടി മാറ്റേണ്ട സമയം കഴിഞ്ഞു. ബാക്കിയില്ല, ഞാൻ ഇനി കമന്റ്സ് ഉണ്ട്, ഞാൻ വായിക്കാം. വി ആർ അണ്ടർ ഇൻമെൻസ് അത് വായിക്കാട്ടില്ല. അത് ഒരു കുട്ടി ഇട്ട കമന്റ് തന്നെയാണ്, അത് ഞാൻ വായിച്ചുതരാം. സെന്റ് ഡൊമിനിക്കിൽ ഞങ്ങൾക്ക് അടുത്ത സമ്മർദ്ദത്തിലാണ്. വിദ്യാർത്ഥികൾ ഒറ്റ രാത്രി കൊണ്ട് പൊരുത്തപ്പെടണമെന്ന് പ്രതീക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ അധ്യാപന ശൈലികളുള്ള മറ്റൊരു പുതിയ അക്കാദമി സ്കൂൾ അവതരിപ്പിച്ചു. ഈ വർഷം ഇത് കലാം അക്കാദമിയാണ്. അവർ യഥാർത്ഥ ബോധമില്ലാത്തതും മനുഷ്യത്വരഹിതവുമായ ഒരു ലക്ഷ്യം വെച്ചിരുന്നു. ഓരോ വിദ്യാർത്ഥിയും CBSE ക്ലാസ് 12th ബോർഡിൽ 99% മുകളിൽ സ്കോർ ചെയ്യണം. അത് അഭിലാഷമല്ല, അത് ശുദ്ധമായ വ്യാമോഹമാണ്. മുൻ സീത അക്കാദമി ഞങ്ങളെ നന്നായി പഠിപ്പിച്ചു. അവരുടെ സമീപനം ഘടനാപരവും വിദ്യാർത്ഥി സൗഹൃദവും മനസ്സിലാക്കാവുന്നതുമായിരുന്നു. എന്നാൽ ഈ പെട്ടെന്നുള്ള സ്വിച്ച് ആശയക്കുഴപ്പത്തിന് മാനസിക തളർച്ചയുടെയും കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. ഞങ്ങൾ സ്കൂൾ സമയം 8:30 മുതൽ 4:30 വരെയാണ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും പലപ്പോഴും വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇതിനകം തന്നെ വറ്റിപ്പോയി. എന്നിരുന്നാലും ഞങ്ങൾ മണിക്കൂറുകളോളം ഗൃഹപാഠം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ അക്കാദമി അധ്യാപകരിൽ നിന്ന് ഇത് എളുപ്പത്തിൽ 3+ മണിക്കൂർ എടുക്കും. അതിനോട് കൂട്ടിച്ചേർക്കുക ഞങ്ങളുടെ പ്രിൻസിപ്പാളിൽ നിന്നുള്ള പ്രതീക്ഷ. ഓരോ ദിവസവും 3 മണിക്കൂർ സ്വയം പഠനം. എന്നാൽ എപ്പോഴാണ് നമ്മൾ അത് ചെയ്യേണ്ടത്? ദിവസം മുഴുവൻ സ്കൂളുകളിലും 3 മണിക്കൂർ ഗൃഹപാഠത്തിലും ചെലവഴിച്ചതിന് ശേഷം സമയം എവിടെയാണ്? അതിലുപരിയായി 7-8 മണിക്കൂർ മൂല്യമുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും പരിഷ്കരിക്കുകയും മനസ്സിലാക്കുകയും വേണം. അവയിൽ മിക്കതും അർത്ഥമാക്കുന്നില്ല. കാരണം നമ്മളിൽ പലരും പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി പാടുപെടുന്നു. ടീച്ചർമാർ അവരുടെ കുറിപ്പുകളിൽ നിന്ന് വായിച്ചു പോകുന്നു. വിവാഹ നിശ്ചയമില്ല, വിശദീകരണമില്ല, കാര്യമില്ല. പ്രത്യേകിച്ചും രസതന്ത്രം പോലുള്ള വിഷയങ്ങളിൽ കെമിസ്ട്രിയിലാണല്ലേ നമ്മൾ പലപ്പോഴും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എല്ലാം സ്വന്തമായി പഠിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. നമ്മളിൽ ഭൂരിഭാഗം ഇപ്പോൾ 3 അല്ലെങ്കിൽ 4 ഉറങ്ങുന്നു. 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. പിടിക്കാൻ ശ്രമിക്കുന്നു. ഗതാഗതത്തിന് 1 മണിക്കൂർ എടുക്കുന്നതിനാൽ ഞങ്ങൾക്ക് മറ്റു വഴികളില്ലാത്തതിനാൽ ഞങ്ങൾ 6 മണിക്ക് വീണ്ടും ഉണരും. അത് കഷ്ടിച്ച് 2 മണിക്കൂർ ഉറക്കം. ഞങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട സോംബികളെ മാറുന്നു. പ്രകോപിതരും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തവരും മാനസികമായി പൊള്ളുന്നവരുമാണ്. നമ്മൾ ശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വരുന്നു. ആഴ്ചയിൽ 4 മുതൽ 5 വരെ പരീക്ഷകൾ. പുറകിൽ നിന്ന് പിന്നിലേക്ക്. റിവിഷൻ സമയമില്ല, വീണ്ടെടുക്കാൻ സമയമില്ല, പഠനമില്ല, അതിജീവിക്കാൻ പരീക്ഷ എഴുതുക. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഞങ്ങൾ ക്ഷീണിതരല്ല, ഞങ്ങൾ ഉത്കണ്ഠാകുലരാണ്, നിരാശരാണ്, വൈകാരികമായി തളർന്നിരിക്കുന്നു, തകർച്ചയുടെ വക്കിലാണ്. ഇതിപ്പോൾ ഒരു സ്കൂൾ സംവിധാനമല്ല, ഇത് ഞങ്ങളെ പതുക്കെ തകർത്തു കളയുന്ന ഒരു സമ്മർദ്ദമാണ്. ഞങ്ങൾ മടിയന്മാരല്ല, ഞങ്ങൾ ദുർബലരല്ല, ഞങ്ങൾ ക്ഷീണിതരും കേൾക്കാതരും മാറ്റങ്ങൾക്കായി നിരാശിക്കുന്നതാണ്. കേരള അപ്പൊ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ ഈ സ്കൂളിന്റെ. സെന്റ് ഡൊമിനിക് ഗവൺമെന്റ് സ്കൂളാണ് കേരള ശ്രീകൃഷ്ണപുരം. സീരിയസ് ആയിട്ടുള്ള ഈ സിസ്റ്റം മാറണം. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ സിസ്റ്റം മാറണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സിസ്റ്റം, അല്ലെങ്കിൽ ഈ ടീച്ചർമാർ മാറ്റണം, അല്ലെങ്കിൽ ഈ സ്കൂൾ പൂട്ടിക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ഇനിയും അവിടെ പഠിക്കുന്ന കുട്ടികൾ മാനസിക വിഭ്രാന്തരായി തളരെങ്കിലും ഉറപ്പാണ്.
എന്നുവെച്ചാൽ ഈ സിസ്റ്റം ഞാൻ പറഞ്ഞില്ല, എന്ന് വെച്ചാൽ പഠിക്കാത്ത ഒരു മാറ്റി നിർത്തുക, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കണ്ടുവരുന്നത് പുറത്തൊന്നും സംസാരിക്കാനും പറ്റില്ല എന്ന്. ആമ്പിളാർ ഇല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സഹോദരനാണെങ്കിൽ ശരി, ഇനിയിപ്പോൾ അവരുടെ അച്ഛനാണെങ്കിൽ ശരി, ആരാണെങ്കിലും അവിടെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ച അവിടെ പ്രശ്നമാണെങ്കിലല്ല, അവരത് ഏതെങ്കിലേക്ക് വഴിക്ക് ചിന്തിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് ചിന്തിക്കാനോ ഏതെങ്കിലും വഴിക്ക് കൊണ്ട് തിരിച്ചാക്കും. ഇതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്കൂളുകൾ പ്രവർത്തിക്കാനും പാടില്ല എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലാണല്ലേ. ഇനി വിഷയം ഇത്രയും പിള്ളേർ അവിടെ പഠിക്കില്ലല്ലോ. അതും പൈസ എടുത്ത് മാനേജ്മെന്റ് ആണെങ്കിൽ കൺവെന്റ് സ്കൂളാണെങ്കിൽ പൈസ കെട്ടിയിട്ട് അവർ പറഞ്ഞ ഡൊണേഷൻ ആണെങ്കിൽ ഡൊണേഷൻ, ഇല്ലെങ്കിൽ ഫീസ് ആണെങ്കിൽ ഫീസ് കെട്ടി പഠിക്കുകയാണ്. പിന്നെ ഞാൻ വേറെ കുറെ കമന്റ് കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കുറച്ച് കൂപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ പിരിച്ചു കൊടുക്കണം, സ്റ്റുഡൻസ് പിരിച്ചു കൊടുക്കണം. ഡെയിലി ഡേ ബൈ ഡേ എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പഠിക്കാൻ സമയമില്ല പിള്ളേർക്ക്, വീടെത്തുമ്പോൾ സമയം, റിവിഷൻ കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ പിള്ളേർ എത്രയൊക്കെ മാനസികമായി അനുഭവിക്കാൻ പറ്റും അത്രയൊക്കെ മാനസികമായി അനുഭവിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം മാറണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ കുട്ടി എന്താണ് ആശ്ര നന്ദ എന്ന് പറഞ്ഞ കുട്ടി, ഇപ്പൊ ഈ ആശ്ര നന്ദ എന്ന് പറഞ്ഞ കുട്ടിയായിരിക്കാം ഇനി പോകെ പോകെ ഓരോ കുട്ടികളുടെ പേര് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ മനസ്സിലായി, ഇതിനു മുമ്പ് കുറെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ ഇനിയും കുറെ സംഭവങ്ങൾ നടക്കെങ്കിലല്ല അവിടെ സ്കൂളിൽ. അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണം സീരിയസ് ആയിട്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ പ്രതികരിക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനുള്ള വീഡിയോ എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പ്രതികരിക്കുക, അതേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അപകടങ്ങൾ ഇനിയും സംഭവിക്കും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ മാതാപിതാക്കളാണ് നമ്മുടെ വീഡിയോ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും ആ സ്കൂളിൽ ചേർത്താൻ പോകണമെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ അഡ്മിഷൻ എടുക്കരുത്. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളെയും ആ സിസ്റ്റത്തെയും മാറ്റാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് കുട്ടികൾ പഠിച്ച് ഇപ്പോൾ 1 മാസം ആവാറായി. അപ്പോൾ ഈ സിസ്റ്റം മാറ്റാൻ വേണ്ടി പറയുകയില്ല, അതേ വഴിയുള്ളൂ, നമുക്ക് വേറെ വഴിയില്ല. എന്തായാലും ഇതിനെ പ്രതികരിക്കാൻ വേണമെങ്കിൽ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടാണെങ്കിൽ ഞാൻ വേറെ ഇല്ല. എന്തായാലും ഇതിനെ നമ്മൾ ശക്തമായി പ്രതികരിക്കും, അതേ പറയാനുള്ളൂ.